നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായിരിക്കെ ബാറ്റിൽ ഗ്രൗണ്ടിൽ 24 എഡിറ്റർ ഇൻചാർജ് പി ജെയിംസിനൊപ്പം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചേരുകയാണ്. കേൾക്കാം അവരുടെ സംസാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിലാണ്. നിയമസഭാ മണ്ഡലത്തിലെ മന്ത്രിയായിട്ടുള്ള ബിന്ദു ടീച്ചറുടെ വീട്ടിലാണ്. ഈ വീട്ടിൽ നിന്ന് ഇന്നത്തെ പര്യടനം ആരംഭിക്കുകയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കഥകളിയും കൂടിയാട്ടവും ഒക്കെ ഉറങ്ങുന്നൊരു മണ്ണിൽ നിന്നാണ് വരുന്നത്. ഇവിടെ കൂടൻ മാണിക്യ ക്ഷേത്രം ഇവിടെ തൊട്ടടുത്താണ്. 9-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായിട്ടുള്ള ആ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ ഏക ഭരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ടീച്ചർ നമ്മുടെ അടുത്തുണ്ട്. ബിന്ദു ടീച്ചർ, എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തെ കാണുന്നത്? പ്രത്യേകിച്ച് ഈ വീട് അച്ഛനുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് അറിയാവുന്നതാണ്. നാഷണൽ സ്കൂളിലെ അധ്യാപകനായിരുന്ന രാധാകൃഷ്ണൻ മാഷ്. ഇപ്പോൾ രാധാകൃഷ്ണൻ മാഷിൻ്റെ മകൾ എന്ന നിലയിലും ഒരു വൈകാരികമായിട്ട് ഇത് ഈ പ്രദേശത്തെ എങ്ങനെ കാണും? എനിക്ക് ഏറെ വൈകാരികതയുള്ള ഒരു ഇടമാണ് ഈ പ്രദേശം. എൻ്റെ അച്ഛൻ ഇവിടെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്നു, പൊതുപ്രവർത്തകനുമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. ജീവിതാവസാനം വരെ അദ്ദേഹം ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സജീവമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള സ്നേഹാദരങ്ങൾ എനിക്കും നല്ലതുപോലെ നൽകിയിട്ടുള്ള ഒരു പട്ടണമാണ് ഇരിങ്ങാലക്കുട. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ എതിരാളിയായിട്ടുള്ള ആൾ കഴിഞ്ഞ തവണ ടീച്ചറെ പരാജയപ്പെടുത്തിയ ആളാണ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. അപ്പോൾ എതിരാളികൾ അതുപോലെ തന്നെ BJP NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് സന്തോഷമാണ്. എങ്ങനെ എതിരാളികളെ എങ്ങനെ കാണുന്നു? ശ്രീ തോമസ് ഉണ്ണിയാടൻ 3 തവണ പരാജയപ്പെടുകയും 3 തവണ വിജയിക്കുകയും ചെയ്ത വ്യക്തിയാണ്. 6 തവണ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടും വീണ്ടും മത്സരരംഗത്ത് 2 പ്രാവശ്യത്തെ തോൽവിക്ക് ശേഷം വീണ്ടും മത്സരരംഗത്ത് അദ്ദേഹം വരുന്നു എന്നുള്ളത് അവരുടെ പാർട്ടിക്കകത്തും ഘടകകക്ഷികൾക്കകത്തും ഒക്കെ തന്നെ അസംതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന പരാതികളും അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ജനസമ്മതിയുള്ള ഒരു ലക്ഷണം നമുക്ക് കാണാനില്ല. അപ്പം അതുകൊണ്ട് നല്ല സാധ്യതയാണ് ഇപ്പോൾ മണ്ഡലത്തിലുള്ളത്. ഈ LDF അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് LDFും CPIMും എല്ലാം പല ഘടകങ്ങൾ കൂട്ടായി തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. എനിക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. കേരളം അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സുകളാണുള്ളത്. ഒരു PB മെമ്പർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത. 2 തവണ മുഖ്യമന്ത്രിയായ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പ്രഗത്ഭനായ ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചിത്രം ഫ്ലക്സുകളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയേണ്ടതില്ലല്ലോ. കാര്യമുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപിക്കായിരുന്നു ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയത്, BJP സ്ഥാനാർത്ഥി. ആ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വേറെയാണ്. ഒന്നാമത് സുരേഷ് ഗോപി സിനിമാ നടൻ എന്ന നിലയിലുള്ള ഗ്ലാമർ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. വോട്ട് ചേർക്കുന്നതിലും മറ്റും ഒരുപാട് പ്രശ്നങ്ങൾ BJP ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞതാണ്. അതുമാത്രമല്ല പല തരത്തിലുള്ള ഗിമിക്കുകൾ, സോഷ്യൽ മീഡിയയിലൂടെ പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻസ് ഇതെല്ലാം നടത്തിയാണ് സുരേഷ് ഗോപി ഒരു വിജയം ഇവിടെ ഉറപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.